ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുന്നു. അതിൻ്റെ തത്സമയ സംപ്രേഷണം ഇതിനെ സംബന്ധിച്ചൊരു അന്വേഷിക്കാൻ ഞാൻ ചുമതലപ്പെടുത്തിയിരുന്നു. പ്രാഥമിക റിപ്പോർട്ട് നൽകി. ഇന്നത്തോടുകൂടി ഫൈനൽ റിപ്പോർട്ട് നൽകും. എന്തായാലും ഇതൊരു സാമൂഹിക പ്രശ്നമായി നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. ഇത് അധ്യാപകരും നാട്ടുകാരും രക്ഷകർത്താക്കളും എല്ലാവരും തന്നെ ഈ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു അന്വേഷണം കൊണ്ടോ മന്ത്രിയുടെ ഒരു പ്രസ്താവന കൊണ്ടോ തീരുന്ന പ്രശ്നമല്ല ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ. ഇന്നിപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമായതുകൊണ്ട് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ കാണുകയാണ്. അതിൻ്റെയൊക്കെ ഫലം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ തന്നെ വികാരഭരിതരായി അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് ഉള്ളത്. എന്തായാലും അടുത്ത അക്കാഡമിക് ഇയർ മുതൽ ഒരു ബോധവൽക്കരണം കുട്ടികൾക്ക് കൊടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ അത് ഉണ്ട്, പക്ഷെ അത് കുറച്ചുകൂടെ ശക്തമായ നിലയിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു ബോധവൽക്കരണം കിട്ടുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. മിനിസ്റ്റർ, ഈ ലഹരിയുടെ വ്യാപനം ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ള പ്രവണത കൂടി വരാൻ കാരണമാണ്? ഈ ലഹരിയുടെ വ്യാപനവും ഉപയോഗവും വിദ്യാർത്ഥി സമൂഹമാണെന്ന് ആകെ വിലയിരുത്തുന്നത് ശരിയല്ല. ലഹരിയുടെ ഉറവിടം എവിടെയാണ്, അത് കൂടുതൽ പ്രചരിപ്പിക്കുന്ന ആരാണ്, അത്തരം കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. വിദ്യാർത്ഥികൾ ഇതിൻ്റെ കരിയേഴ്സായി മാറുന്നുണ്ട്. ഏതാനും വിദ്യാർത്ഥികൾ ഇത് ഉപയോഗിക്കുന്നവരുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ 47 ലക്ഷം വിദ്യാർത്ഥികളും ഇതിന് പിന്തുണയ്ക്കുന്നവരാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. നമ്മൾ നിരവധി ക്യാമ്പയിൻ ഇതിനു വേണ്ടി എടുക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഗുണം ഉണ്ടാവുന്നുമുണ്ട്. എപ്പോഴും ഇത്തരത്തിലുള്ള റാഗിംഗ് സംഭവങ്ങളൊക്കെ ചെറുക്കുന്ന ഇടതുപക്ഷ വിദ്യാർത്ഥി പുരോഗമന പ്രസ്ഥാനങ്ങളിലെ നേതാക്കന്മാർ ഈ കേസുകളിൽ പ്രതിയാവുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനും മുമ്പ് റാഗിങ്ങിനെ ചെറുത്തൻ്റെ കേസിലെ പ്രതിയായിരുന്നു. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്നതിൻ്റെ റാഗിങ്. ഇപ്പോഴും SFIയും DYFIയും അതുപോലെ ഇടതുപക്ഷ യുവജന പ്രസ്ഥാനങ്ങൾ AYFും AISFും ഒക്കെ തന്നെ യുവജന വിദ്യാർത്ഥി സംഘടനകളെല്ലാം അതിനെതിരെയുള്ള നിലപാടുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. എന്തോ പ്രതികളാവുന്നതും ഇത്തരത്തിൽ നേതാക്കളാണ്. നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഒരു അന്വേഷണത്തിൽ അതിൻ്റെ ഒരു പ്രാഥമിക റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. മാധ്യമങ്ങൾ വരുന്ന കാര്യം മാത്രം നോക്കിക്കൊണ്ടൊരു കുറ്റക്കാരനാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ചിലപ്പോൾ ഒറ്റതിരിഞ്ഞോ മറ്റോ അങ്ങനെ ഈ വിഭാഗത്തിൽപ്പെട്ടവരാരെങ്കിലും ഇതിൽ പ്രതിയാവണമെങ്കിൽ അവരെ നമുക്ക് പ്രസ്ഥാനത്തിൽ നിന്ന് മാറ്റി നിർത്താനല്ലേ നമുക്ക് കഴിയുള്ളൂ. അവരെ ഒഴിവാക്കാൻ വേണ്ടി കഴിയും. ഒഴിവാക്കുന്നത് മറ്റുള്ളവർക്കും ഇത് മാതൃകയായിരിക്കും. എങ്ങനെ അത് ക്യാബിനറ്റ് തീരുമാനിച്ചല്ലോ, തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചല്ലോ. അത് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ താൽക്കാലികമായിട്ടുള്ള നയം. വിദ്യാഭ്യാസ മേഖലയിലുള്ള മൂല്യത്തകർച്ച കൊണ്ടാണ് ഈ ഒറ്റപ്പെട്ട റാഗിങ് നടക്കുന്നത് എന്നുള്ള പ്രസ്താവന അത് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. വിദ്യാഭ്യാസ രംഗത്ത് മൂല്യങ്ങൾ കൂടിയിട്ട് മാത്രമേ ഉള്ളൂ. അത് ദേശീയ അടിസ്ഥാനത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ആ പ്രസ്താവനയോട് യോജിക്കാൻ വേണ്ടി പറ്റില്ല. ഉണ്ടല്ലോ, ഇപ്പോൾ അടിസ്ഥാന വിദ്യാഭ്യാസം മെച്ചപ്പെടുന്നതിന് വേണ്ടി നിരവധി പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി സംസാരിക്കുകയായിരുന്നു. അതിൻ്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടത്.